ഈ അടുത്ത് ഞാൻ F1 സിനിമ കാണാൻ പോയി. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. ഇങ്ങനത്തെ ഒരു പടം ഞാൻ ഇതുവരെ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്തില്ല. അത്രയും ബ്രില്യൻ ഫിലിം മേക്കിംഗ്, അടിപൊളി വിഷ്വലായിക്കോട്ടെ, അതിൻ്റെ എല്ലാ പ്രസൻറ്റേഷൻ എല്ലാം അടിപൊളി, അത്ര അടിപൊളി പടം. പക്ഷെ അതല്ല നമ്മുടെ വിഷയം. നമ്മുടെ ലോകം ഉണ്ടല്ലോ സിനിമ, ഈ ലോക സിനിമ ഇപ്പോൾ 300 കോടിയോളം കളക്ഷൻ കിട്ടി. ഓൾ ടൈം ഹയസ്റ്റ് ഗ്രോസിങ് സിനിമയാണ്. മലയാള സിനിമയിലെ ഏറ്റവും വലിയ വിജയിച്ച സിനിമയാണ്. പ്രോഫിറ്റബിലിറ്റി നോക്കുകയാണെങ്കിൽ തന്നെ വലിയൊരു സംഖ്യ പ്രോഫിറ്റ് ഉണ്ടാക്കി വെച്ചു. അതിന് പ്രൊഡ്യൂസർ വേറെ ആരുമല്ലോ, നമ്മുടെ ദുൽഖർ സൽമാൻ. അതെല്ലാവർക്കും അറിയണ്ടാവുമല്ലോ. അദ്ദേഹം ഇവിടെ എടുത്തൊരു സ്റ്റാൻഡ് ഉണ്ട്. ആ സ്റ്റാൻഡിനെ അപ്രിഷ്യേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഇതിൻ്റെ OTT റിലീസ് ഒന്ന് ഡിലേ ആക്കി. അതുകൊണ്ട് ഞാൻ 300 കോടി നമ്പേഴ്സിൻ്റെ കാര്യമല്ല ഉദ്ദേശിച്ചത്. ഇപ്പോൾ ഈ ഞാൻ ആദ്യം പറഞ്ഞ കാര്യമുണ്ടല്ലോ F1, ആ F1 ഞാൻ ആദ്യം മുതൽ അത് റിലീസ് ചെയ്ത ദിവസം മുതൽ കാണണമെന്ന് കരുതിയ ആളാണ്. പക്ഷെ എനിക്കതിന് സാധിച്ചില്ല. കാരണം പല തിരക്കുകൾ കൊണ്ട് പറ്റാത്തൊരു സാഹചര്യങ്ങൾ വന്നു. ഞാനത് 2 മാസങ്ങൾക്ക് ശേഷം ആണ് ഈ സിനിമ കാണാൻ എനിക്കൊരു ഒഴിവ് കിട്ടിയത്. 2 മാസം കഴിഞ്ഞപ്പോഴും നമ്മുടെ കൊച്ചിയിൽ ഈ സിനിമ റണ്ണിങ് ആണ്. അത്യാവശ്യം ക്രൗഡും ഉണ്ട്, കാണാൻ ആളുണ്ട്. നമ്മുടെ മലയാള സിനിമേൻ്റെ ഒരു കുഴപ്പം എന്താ, ഇതിപ്പോൾ ഒരു പടം കുറച്ച് മോശം സിനിമയാണെങ്കിൽ കുഴപ്പമില്ല. കുറച്ച് അത്യാവശ്യം നല്ല സിനിമകൾ, അത്യാവശ്യം പ്രേക്ഷകൻ ഉള്ള സിനിമകൾ പോലും എന്തു ചെയ്യും, 30 ദിവസം കഴിഞ്ഞാൽ OTTയിൽ വരും. അതിൻ്റെ തലേ ദിവസം വരെ തിരക്കുള്ള സിനിമ 31ാമത്തെ ദിവസം OTTയിൽ അങ്ങ് വരും. അപ്പം ഈ പ്രേക്ഷകൻ എന്ത് ചെയ്യും? പ്രേക്ഷകൻ്റെ കേസിലാണ് ഞാൻ പറയണം, അല്ലാതെ നമ്പേഴ്സിൻ്റെ കേസിൽ മാത്രമല്ല. പ്രേക്ഷകൻ എന്ത് ചെയ്യും? ഈ ആദ്യത്തെ ഇനീഷ്യൽ റഷിൽ സിനിമ കാണാൻ വരാൻ താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ട്. അതേമാതിരി ഇത് ടിക്കറ്റ് കിട്ടണമല്ലോ, ടിക്കറ്റ് കിട്ടുന്ന സാഹചര്യങ്ങളില്ല. ഇപ്പം ഞാൻ തന്നെ ആ ഓണത്തിൻ്റെ സമയത്ത് അതിൻ്റെ സിനിമേൻ്റെ ടിക്കറ്റ് നോക്കി കിട്ടിയില്ല. അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞിട്ട് എങ്ങാണ്ട് ഒരു സൺഡേ ആണ് എനിക്ക് എങ്ങനെയോ ടിക്കറ്റ് കിട്ടിയതാണ്. അവിടെ എങ്ങനെയോ ഒരു ഗ്യാപ്പ് വന്നു, ആ ഗ്യാപ്പിൽ എങ്ങനെയൊക്കെയോ കയറിയതാണ്. അപ്പം ഇങ്ങനെ സാഹചര്യങ്ങളില്ലാത്ത ആൾക്കാരുണ്ടാവും. പഠിക്കാൻ പോണവരായിരിക്കും, ജോലിക്ക് പോണവരായിരിക്കും. അവർക്കൊക്കെ ചിലപ്പോൾ ഈ ഞായറാഴ്ചകളിലായിരിക്കും ഒഴിവ്. ആ സമയത്തൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. ആ സിനിമേൻ്റെ തിരക്ക് നിങ്ങൾക്ക് ആ ബുക്ക് മൈ ഷോയിൽ ആ സമയം തുറന്നു നോക്കിയാൽ ഏതൊരാൾക്കും മനസ്സിലാവും. ആ ഒരു തിരക്ക് കാണാൻ പറ്റും. ഞാനൊരു കുറച്ച് ഫേമസ് ആയിട്ടുള്ളൊരു പടം എനിക്ക് പെട്ടെന്ന് മൈൻഡിൽ വന്ന ഭീഷ്മപർവം ഫസ്റ്റ് ഡേ ഞാൻ കാണാൻ പോയി. ഭയങ്കര തിരക്കാണ്. കുറച്ച് ദിവസം മുമ്പ് എപ്പോഴോ ടിക്കറ്റ് ബുക്ക് ചെയ്തതാണ്. അത് കഴിഞ്ഞ് എത്ര ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അത് കാണാൻ പോയി. ഒരു 30 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ഒന്നോ കാണാൻ പോയി. ആ സമയത്ത് അതിൻ്റെ പ്രേക്ഷകർ എന്ന് പറഞ്ഞാൽ പ്രായമുള്ള ആൾക്കാരുണ്ടായിരുന്നു. ആ ഒരു എൻ്റെ ഫ്രണ്ടിലിരുന്ന ഫുള്ളൊരു ഫാമിലി, ഒരറ്റം മുതൽ ഒരറ്റം വരെ ഫാമിലി. ഇങ്ങനെയുള്ള സിനിമകൾ അവർക്ക് ഇനീഷ്യൽ ടൈമിൽ കാണാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ഇത് സിനിമേൻ്റെ ടിക്കറ്റ് പെട്ടെന്നാണ് തീർന്നു പോകണം. പെട്ടെന്ന് ടിക്കറ്റ് ബുക്കായി പോവുകയും ചെയ്യും. ഇത് കാണാൻ പറ്റാത്ത ആൾക്കാർ ലാസ്റ്റ് തിരക്കൊക്കെ ഒഴിഞ്ഞാവും വന്ന് കാണുന്നുണ്ടാവുക. എന്തുകൊണ്ട് ഇത്രയും പ്രേക്ഷകരെ കണക്കിലെടുക്കാത്തതെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സംശയം. ഇനീഷ്യൽ റണ്ണിലുള്ള ആൾക്കാർ മാത്രം പോരല്ലോ, പ്രത്യേകിച്ച് യൂത്ത്. കാരണം അത് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരും ഉണ്ട്, ഫാമിലി ഓഡിയൻസ് ഉണ്ട്, ഇനിയിപ്പോൾ വർക്കിംഗ് ക്ലാസ്സിൽ പെട്ട ആൾക്കാരുണ്ട്, സ്റ്റുഡൻസ്. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കുട്ടി സിനിമ കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാമിലി മൊത്തം സിനിമ കാണേണ്ട സാഹചര്യമാണ്. ലോക പോലത്തെ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഇഷ്ടമാവുന്ന സിനിമയാണ്. അപ്പോൾ ആ കുട്ടിക്ക് സിനിമ കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരച്ഛൻ, അമ്മ, മറ്റ് സഹോദരങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും സിനിമ കാണാൻ വരും. ചിലപ്പോൾ അവർ വരുന്നത് ചിലപ്പോൾ 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അപ്പോഴേക്ക് ഇത് OTTയിൽ പോവുകയാണെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഇപ്പോഴും ബുക്ക് മൈ ഷോയിൽ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം നോക്കുമ്പോഴും ബുക്ക് മൈ ഷോയിൽ പലയിടത്തും ഇങ്ങനെ ഫില്ലായി വരുന്നുണ്ട്. ഇപ്പോഴും ബുക്ക് ചെയ്ത് സിനിമ കാണുന്ന ആൾക്കാരുണ്ട്. ഒരു 30 ദിവസത്തിൻ്റെ ഗ്യാപ്പ്. അത്യാവശ്യം ഇങ്ങനെ വിജയിച്ച സിനിമകൾ ആൾക്കാർ കാണുന്നുണ്ട്, നല്ല റഷുള്ള സിനിമകൾ. ആ 30 ദിവസം ഒന്ന് മാറി ഒരു 45-60 ദിവസം ആക്കിയാലും അത് അത്യാവശ്യം ആൾ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ തിയേറ്ററുകാർ ഇട്ട് കളിക്കും. 1-2 ഷോ എങ്കിലും ഇട്ട് കളിക്കും. അങ്ങനെയെങ്കിലും ഇത് കാണാൻ പറ്റാത്ത ആൾക്കാർക്ക് അവിടെ വന്ന് കാണാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ട്. അപ്പോൾ ബുക്ക് മൈ ഷോ പോലുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ അത്യാവശ്യം സർവീസ് ചാർജും വരുന്നുണ്ട്. അപ്പോൾ ഡയറക്റ്റ് ആ ടിക്കറ്റ് എടുത്ത് കാണുന്ന ആൾക്കാർക്ക് ആ സർവീസ് ചാർജിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഇൻഡസ്ട്രി അതിനനുസരിച്ച് വളരണം എന്നുണ്ടെങ്കിൽ എല്ലാത്തരം പ്രേക്ഷകനെ കൺസിഡർ ചെയ്യേണ്ടി വരും, എല്ലാത്തരം പ്രേക്ഷകനെ കുറിച്ച് ചിന്തിക്കേണ്ടി വരും. തിയേറ്റർ വ്യവസായമാണ് ഇത്രയും കാലം ഈ സിനിമേനെ ഇത്രയും മുന്നോട്ട് നയിച്ചത്. അപ്പം ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, അത് ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സിനൊക്കെ കൃത്യമായിട്ട് അറിയുന്ന കാര്യമാണ്.
അപ്പോൾ അത് ഈ തിയേറ്ററുകാർക്കും കൂടി പ്രോബ്ലമാണ്. കാരണം കുറച്ച് ദിവസം കൂടി കളിച്ച് കഴിഞ്ഞാൽ, കുറച്ച് ദിവസം കൂടി ഈ സിനിമ കളിച്ച് കഴിഞ്ഞാൽ അവർക്കും പ്രോഫിറ്റ് കിട്ടുന്നതാണ്. ഇവരെ പ്രൊഡ്യൂസേഴ്സിൻ്റെ പല താല്പര്യം കൊണ്ട് അവരത് OTTക്ക് കൊടുക്കുക. അവരെ പ്രോഫിറ്റ് കൂടുതൽ കിട്ടുമായിരിക്കും. ഈ 30 ദിവസം കഴിഞ്ഞ് ഇതിലേക്ക് വരുമ്പോൾ അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി കൂടുമായിരിക്കും. പക്ഷെ നമ്മൾ ആ ഒരു എല്ലാ തരം പ്രേക്ഷകനെയും കുറിച്ച് ചിന്തിക്കണം എന്ന് മാത്രം. അവിടെയാണ് ദുൽഖർ സൽമാൻ വളരെ വ്യത്യസ്തമായിട്ട് ഈ ഒരു സ്റ്റാൻഡ് എടുത്തത്. എനിക്ക് തോന്നുന്നത് ഈ മാസം ലാസ്റ്റിലേക്കൊക്കെ 20s ആയിരിക്കും ചിലപ്പോൾ ഇത് OTT വരിക, എനിക്ക് കൺഫേം അല്ല. പക്ഷേ അദ്ദേഹം ആ ഒരു ഡിലേ ആക്കിയത് കൊണ്ട് നമുക്കൊരു നല്ലൊരു മാജിക്കൽ നമ്പർ എത്തി. പക്ഷെ ആ മാജിക്കൽ നമ്പറിൻ്റെ അപ്പുറത്തേക്ക് ഇത് കാണാൻ പറ്റാത്ത പ്രേക്ഷകരുണ്ടല്ലോ, ആ പ്രേക്ഷകർക്ക് പല സമയത്തായിട്ട് കാണാൻ പറ്റും. ഇത് പിന്നെയും കാണാൻ താല്പര്യമുള്ളവരുണ്ടാവും, അവർക്കും പിന്നെയും വന്ന് കാണാൻ പറ്റും. ഒരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് കാണിച്ചു. അദ്ദേഹത്തിൻ്റെ ഈ സ്റ്റാൻഡ് ഒരു തുടക്കമായിട്ട് ബാക്കിയുള്ളവരും കൂടി കാണണം എന്നേ ഞാൻ പറയുള്ളൂ. നമ്മൾ പ്രേക്ഷകൻ്റെ ഇതിലായിക്കോട്ടെ, ഒരു യൂത്തിന് ചിലപ്പോൾ ഇത് കണക്റ്റ് ആവണമെന്നില്ല, യൂത്തായിട്ടുള്ള ഒരാൾക്ക് ഇത് ആവണമെന്നില്ല. പക്ഷെ ഒരു ഫാമിലി ഓഡിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ കുറച്ച് പ്രായമുള്ള ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞ് സിനിമ കാണുക എന്നുള്ളൊരു സ്റ്റാൻഡ് ഉണ്ടാവും. കുറച്ചൊന്ന് ഇതാവട്ടെ, നമ്മുടെ ആ തിരക്കൊക്കെ ഒഴിഞ്ഞ് നമുക്ക് പോവാം. അല്ലെങ്കിൽ ഒരു വർക്കിംഗ് ക്ലാസ്സിൽ പെട്ട കുറച്ചൊരു മിഡിൽ ഏജിലുള്ള ആളാണെങ്കിൽ പോലും അദ്ദേഹം ചിലപ്പോൾ അങ്ങനെയും ചിന്തിച്ചു എന്ന് വരും. പിന്നെ രണ്ടാമത് വന്ന് കാണുന്നവരുണ്ട്, അവർക്കിത് ഗുണമാണ്. ദുൽഖർ സൽമാൻ ഇവിടെയാണ് വ്യത്യസ്തമായി ചിന്തിച്ചതെന്ന് എനിക്ക് മനസ്സിലായത്. കാരണം അദ്ദേഹം ഈ ഇൻഡസ്ട്രിക്ക് ഒരു വാല്യൂ കൊടുത്തു, ഇതിൻ്റെ പാർട്ടായിട്ട്, സിനിമേൻ്റെ പാർട്ടായിട്ടുള്ളവർക്ക് വാല്യൂ കൊടുത്തു, തിയേറ്ററുകാർക്ക് ഒരു വാല്യൂ കൊടുത്തു, മെയിനായിട്ട് പ്രേക്ഷകന് വാല്യൂ കൊടുത്തു. അതാണ് ഏറ്റവും വലിയ കാര്യം. പല സിനിമകളും പരാജയപ്പെട്ടു. അതൊക്കെ ഒരു 30 ദിവസം കഴിഞ്ഞ് OTT വന്നാലും പ്രേക്ഷകന് അതൊന്നും വലിയ കുഴപ്പം തോന്നില്ല. പക്ഷേ ഇത് ഇങ്ങനെ നല്ല സിനിമകൾ പെട്ടെന്ന് ഇത് OTT വരുമ്പോൾ സാധാരണ പ്രേക്ഷകന് അവൻ്റെ തിയേറ്ററിൽ പോയി കാണണമെന്ന് ആഗ്രഹമുള്ളവന് പോലും പറ്റാത്ത സാഹചര്യം വരും. അപ്പോൾ ഈ 30 ദിവസം എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് പോകും. അദ്ദേഹത്തിൻ്റെ ആർത്തിയാണ്, ദുൽഖർ സൽമാൻ്റെ ആർത്തിയാന്നൊക്കെ പറഞ്ഞ് ചിലവരൊക്കെ കമൻറ്റ് ചെയ്യണമൊക്കെ കണ്ടു. പക്ഷെ അദ്ദേഹം ഇവിടെ എടുത്ത ഈ സ്റ്റാൻഡിനെ പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ ഞാൻ വാല്യൂ കൊടുക്കും. മലയാള സിനിമേൻ്റെ ഗ്രോത്തിന് തന്നെ സഹായിക്കാൻ സാധ്യതയുള്ള ഒരു സിനിമയാണിത്. അദ്ദേഹം അതിന് വാല്യൂ കൊടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം.